അത് ഞാൻ ക്ലാസ്സിൽ നടന്ന ഓരോ കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ചതാ. ക്ലാസ്സിലെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്ന ആള് തന്നെയല്ലേ ഈ വീട്ടിൽ നിറഞ്ഞു നിൽക്കുന്നത്? ചന്ദ്രമ്മ ഉദ്ദേശിച്ചത് എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. നിനക്ക് മനസ്സിലായെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. നമ്മുടെ മഹി ഒരു പാവ മോളെ. ഒരു പക്ഷേ എന്നേക്കാളും നന്നായി നിനക്കതറിയാം. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു പാവം പയ്യനാ മഹി. അത് എനിക്കും അറിയാം ചന്ദ്രമ്മ. പക്ഷെ മഹിയുടെ ചില നേരത്തെ പ്രവൃത്തികൾ കാണുമ്പോ തിരിച്ചൊന്ന് കളിയാക്കാൻ തോന്നും. അവന്റെ താളം തെറ്റുന്നത് നിന്നെ കാണുമ്പോ മാത്ര. കാരണം അവന് നിന്നെ അത്രയ്ക്കിഷ്ട. പക്ഷേ അവന് നിന്നോട് ഒരുതരം പൊസസീവ്നെസ്. മറ്റുള്ളവരുടെ കാര്യത്തിൽ തലയിടുന്ന സ്വഭാവം എനിക്കില്ല. പക്ഷെ ഞാൻ എന്റെ സ്വന്തം മക്കളെ പോലെ കരുതുന്നവരാ നിങ്ങൾ രണ്ടുപേരും. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ചന്ദ്രമ്മ ഓരോന്ന് പറഞ്ഞു തർക്കിക്കുന്നത് അയാളെ വെറുതെ ഒന്ന് ചൂടുപിടിപ്പിക്കാൻ വേണ്ടി മാത്രം. ദേഷ്യം വരുമ്പോ അയാളുടെ മുഖവും പ്രവൃത്തിയൊക്കെ കാണാൻ നല്ല രസമാ. പരസ്പരം കളിയാക്കലും തമാശയൊക്കെ നല്ലതാ. പക്ഷെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ചിലപ്പോ അവരുടെ മനസ്സിലെ സ്നേഹം തല്ലിക്കെടുത്തിന്ന് വരും. ആ സ്നേഹം എന്നേക്കുമായി നഷ്ടപ്പെടുത്താതെ നോക്കണം. സ്നേഹം അത് നഷ്ടപ്പെടുമ്പോ മാത്രമേ അതിന്റെ മൂല്യം നമ്മൾ തിരിച്ചറിയൂ. അതെ അതെ, ഇത് ഭദ്രന്റെ പണ്ടേ ഉള്ള ശീലമാ. അതെ അതെ, അതിപ്പോ തീർക്കേണ്ടത് ആരെയാണെങ്കിലും തീർത്ത് കിട്ടിയേ ഭദ്രൻ മടങ്ങും. ഭദ്രന്റെ പെട്ടിയെടുക്കാൻ മടിയുള്ളവർക്ക് ഭദ്രൻ പെട്ടി കിട്ടും. അത് സ്വന്തം പെങ്ങളാണെങ്കിൽ പോലും. എന്താ ഭദ്ര, നീ എന്താ വിചാരിച്ചത്? എന്റെ അച്ഛനെ കൊന്ന നിന്നെ ഞാൻ വെറുതെ വിടുവന്നോ? കൊല്ലൂടാ. നീ എന്നെ വെറുതെ വിടണം. എല്ലാം നിന്നെ തെറ്റിദ്ധാരണയാ. നിന്റെ അച്ഛനെ കൊന്നത് ഞാനല്ല. പിന്നെ ആരടാ? രമാദേവി. സോറി ഭദ്രേട്ട, ഭദ്രേട്ടന്റെ കുഞ്ഞോൾക്ക് ജയില് പേടിയാ. പിന്നെ പണ്ടേ എന്നെ കുഴപ്പത്തിലാക്കാൻ നോക്കുന്നവര് അതാരായാലും ഞാൻ തീർക്കും. കോളേജ് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. കുറച്ചധികം വന്ന സ്റ്റുഡൻസ് ഉണ്ടെന്നേ ഉള്ളൂ. ഒന്നിന്റെ ഐക്യു ലെവലൊന്നും അത്ര പോരാ. ഞാനേ കോളേജ് ലെക്ചറോടല്ല ചോദിച്ചത്,
ചിന്നുവിനോടാ. എങ്ങനുണ്ട് ചിന്നു? ജയരാമൻ സാറേ, സത്യം പറയാലോ, നല്ല സൂപ്പർ വൈബ്. പിന്നെ അധ്യാപകരൊന്നും അത്രയ്ക്ക് പോരാ, ബാക്കിയെല്ലാം കൊണ്ട് സൂപ്പറാ. ഇന്ന് കോളേജ് ഇല്ലാത്തതുകൊണ്ട് വല്ലാത്തൊരു മൂഡ് ഓഫ്. അതെ അതെ, അങ്ങനെയൊക്കെ വരും. കാണേണ്ടവരൊക്കെ ഒരു ദിവസം കാണാണ്ടായ മൂഡ് ഓഫ് ആവും. കാര്യങ്ങളൊക്കെ ഇപ്പൊ ആ അവസ്ഥയിലാണല്ലോ. എല്ലാം കൂടി തോറ്റു തുന്നമാടി സപ്ലി എഴുതി നടക്കുമ്പോ പഠിച്ചോളൂ. ചായ. ആ. അല്ല, നീ ഇപ്പൊ എന്താ പറഞ്ഞേ? കാണേണ്ടവരെ കാണാതിരുന്ന മൂഡ് ഓഫ് ആവുന്നു, മനസ്സിലായില്ല. അത് ചന്ദ്രമ്മ, ചന്ദ്രമ്മ ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ? ചോദിച്ചതിന് ഉത്തരം പറ ചന്ദ്രമ്മ. ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ? പ്രണയിച്ചിട്ടില്ലെന്ന് ആർക്കും പറയാനാവില്ല. ആർക്കും ആരോടെങ്കിലും ഇഷ്ടം കാണില്ലെന്ന് പറഞ്ഞാലും അത് കള്ളമാവും. ശരിയല്ലേ ചന്ദ്രലേഖ?